അയ്യോ, കൊടംപുളി സന്ദേശം അയക്കുക മാത്രമല്ല, ലൈംഗിക ലൈംഗിക ഉദ്ദേശത്തോട് സമീപിച്ചു എന്നും സ്വപ്ന പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഇദ്ദേഹത്തിൻ്റെ മന്ത്രിയായിരിക്കുമ്പോൾ ഓഫീസിലെത്തുന്ന സ്ത്രീകളുടെ തരുണീമണികളാണെങ്കിൽ അവരുടെ എല്ലാം ടെലിഫോൺ നമ്പർ വശത്താക്കിക്കൊണ്ട് അവരെ രാത്രിയുടെ രണ്ടാം യാമങ്ങളിലൊക്കെ വിളിച്ച് രസിക്കുകയും ഇദ്ദേഹത്തിൻ്റെ പതിവായിരുന്നു എന്നും വാർത്തയുണ്ട്. പിന്നെ മൂന്നാറിലെ കുളിര് നൽകാം എന്ന് പറഞ്ഞ നമ്മുടെ കയറുപിരി പിന്നെ ചെറുപ്പകാലത്തിൽ അമ്മിഞ്ഞപ്പാലിൻ്റെ സ്വാദ് അനുഭവിച്ചിട്ടില്ല, അതുകൊണ്ട് കുറച്ച് അമ്മിഞ്ഞപ്പാൽ കൊടുക്കുമോ എന്ന് ചോദിച്ച രാത്രിയുടെ രണ്ടാം യാമത്തിൽ ചോദിക്കുന്ന രവി അണ്ണന്മാർ, അങ്ങനെ എത്ര അണ്ണന്മാർ. പിന്നെ വൈകിട്ട് എന്താ പരിപാടി, റിമി മാർട്ടിൻ പോരെ എന്ന് ചോദിക്കുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസന്മാർ. ഇവർക്കെതിരെയൊക്കെ കേസെടുക്കാൻ പോയാൽ പിന്നെ നിയമസഭയിൽ വല്ലവരും കാണുമോ പുള്ളച്ച? അതുകൊണ്ട് ഈ കോഴി ഫാം മുതലാളി ഇതിൻ്റെ നടത്തിപ്പുകാരനെതിരെയും കൂടെ ഒരു കേസെടുക്കാൻ ബഹുമാനപ്പെട്ട DGPക്ക് ദയവുണ്ടാകണം. ഇത് ഞങ്ങളുടെ ഒരു അപേക്ഷയാണ്.